ചുരളിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയെന്ന വാർത്ത കൂടിയുണ്ട്. വാളയാറിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചെന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ 8 മണിയോടെ വനംവകുപ്പ് വാച്ചർമാരും നാട്ടുകാരും ചേർന്ന് ആനയെ വാളയാർ വനത്തിലേക്ക് തുരത്തി. വിവരങ്ങളുമായി അജിത് ബാബു പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അജിത്ത്, ആന അക്രമകാരിയാണ്, മനുഷ്യന് ജീവിക്കാനാവാത്ത സാഹചര്യമാണ്. പോത്തൻ തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വലിയ ശ്രമം നടത്തിയിട്ടാണ് കഴിഞ്ഞ ശനിയാഴ്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വലിയ ശ്രമത്തിനൊടുവിലാണ് കഞ്ചിക്കോട് അയ്യപ്പൻമല ഭാഗത്തെ ഉൾക്കാട്ടിലേക്ക് ഈ ചുരുളിക്കൊമ്പൻ എന്ന് പറയുന്ന PT5 കാട്ടാനയെ തുരുത്തിയത്. അതിന് നീണ്ട പരിശ്രമങ്ങൾ, ഒരു 3-4 ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ആനയെ തുരുത്താൻ കഴിഞ്ഞത്. കാരണം നാട്ടുകാരൊക്കെ തന്നെയും വലിയ രീതിയിൽ പരാതി പറയുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷെ പിന്നാലെ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ ആന പൂർണ്ണമായും ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ നിന്നുൾപ്പെടെ ഭക്ഷണം കഴിച്ച്, പ്രത്യേകിച്ചും കൃഷി ഇടങ്ങളിൽ എത്തി ഭക്ഷണം കഴിച്ച് അതിന് ആ കാര്യത്തിൽ ശീലമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് തിരിച്ചിറങ്ങി വരുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വലിയ പ്രതിസന്ധിയിലാണ്. കാരണം നമ്മൾ എപ്പോഴും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തിയാണ് കാരണങ്ങൾ പറയാറുള്ളത്. പക്ഷേ ഏത് ഉൾക്കാട്ടിലേക്ക് കയറ്റി വിട്ടാലും വീണ്ടും ആന തിരിച്ചിറങ്ങി വരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു പ്രതിസന്ധിയാണ് നിൽക്കുന്നത്. ഇത്തരത്തിൽ രാവിലെ ഈ പ്രദേശത്തേക്ക് എത്തി അവിടെ വലിയ തരത്തിലുള്ള കൃഷിനാശം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ആനയെ ഇത്തരത്തിൽ ഇപ്പോൾ വീണ്ടും കാട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും തിരിച്ചിറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. ശരി, വ്യക്തമാണ്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ചുരളിക്കൊമ്പൻ വീണ്ടും വാളയാറിലെ ജനവാസ മേഖലയിൽ.